പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനിമൽ എന്ന ഹിന്ദി മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ് ആനിമൽ. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ രൺബീർ കപൂർ, രശ്മിക മന്ദാന, അനിൽ കപൂർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റിച്ച് ബിസിനസ് ഫാമിലിയിൽ ജനിച്ചു വളരുന്ന നായകൻ. അവന് അവൻ്റെ അച്ഛനോട് ഭയങ്കരമായ ഇഷ്ടമാണ്. അവൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹമൊന്നും അച്ഛനിൽ നിന്ന് അവന് ലഭിച്ചില്ലെങ്കിൽ പോലും അച്ഛന് വേണ്ടി എന്തും ചെയ്യാനായി തയ്യാറാവുന്ന ഒരു മകനായി അവൻ ജീവിച്ചു വരികയാണ്. അങ്ങനെയിരിക്കെ അവൻ്റെ അച്ഛനെ ആരോ കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നതും അതിന് ശേഷവും മുമ്പുമൊക്കെയായി പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആനിമൽ എന്ന ഹിന്ദി സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴിലും മലയാളം ഡബ്ബിങ്ങിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബിംഗ് ഒക്കെ ലിപ്സിംഗോടെ അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രമായി എത്തിയ രൺബീർ കപൂർ ഉൾപ്പെടെ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. പല സീനുകൾക്കും നല്ല ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കഥാപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഇമോഷൻസും ആക്ഷൻ രംഗങ്ങളുമൊക്കെയായി ഒരു ആക്ഷൻ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ എന്തും ചെയ്യാനായി തയ്യാറായി നടക്കുന്ന ഒരു എക്സ്ട്രീം സൈക്കോ ആനിമൽ കഥാപാത്രമായാണ് നായകനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനും ഇമോഷൻസും ആക്ഷൻ രംഗങ്ങളുമൊക്കെയായി അത്യാവശ്യം എൻഗേജിംഗ് ആയും രസകരമായും തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഇൻ്റർവെൽ പോർഷനുമൊക്കെ കൊള്ളാമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ഡ്രാമ സ്റ്റൈലിൽ മുന്നോട്ട് പോവുകയും ചില സംഭവങ്ങളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളും അൺവാണ്ടഡ് സീനുകളുമൊക്കെയായി വളരെ സ്ലോ പേസിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. മേക്കിങ്ങും രൺബീർ കപൂറിൻ്റെ പെർഫോമൻസും ഒക്കെ തന്നെയാണ് സിനിമയെ മികച്ച രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയാം. സിനിമയിലുടനീളം ഓവർ ഡ്രാമാറ്റിക്കായും ക്രിഞ്ചായും ഇല്ലോജിക്കലായും ഒക്കെ തോന്നിക്കുന്ന രംഗങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും സിനിമയെ അത്യാവശ്യം എൻഗേജിംഗ് ആയി തന്നെ അവതരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്രധാന പ്രശ്നമെന്നത് ദൈർഘ്യം തന്നെയാണ്. 3 മണിക്കൂർ 21 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അത്രയും നേരം നീണ്ടു നിൽക്കാനും മാത്രമുള്ള ഒരു സ്റ്റോറിയൊന്നും സിനിമയ്ക്ക് ഉള്ളതായി തോന്നിയില്ല. ഡയറക്ടറും എഡിറ്ററും ഒരാളായതുകൊണ്ട് തന്നെ താൻ എടുത്തിരിക്കുന്ന സീനുകളൊക്കെ കട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാവാം സിനിമയുടെ ദൈർഘ്യം കൂടിയത് എന്ന് തോന്നുന്നു. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ വരുന്ന വില്ലൻ കഥാപാത്രത്തിനും മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനുമൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനോടൊപ്പം സിനിമയെ ഷോർട്ടായും എൻഗേജിംഗ് ആയും ഒക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നി. കൂടാതെ വയലൻസുകളും അഡൾട്ട് രംഗങ്ങളുമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു 18+ മൂവി എന്ന രീതിയിലാണ് റിലീസായിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ആക്ഷൻ ഡ്രാമ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു എബോവ് ആവറേജ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ആനിമൽ എന്ന് പറയാം. 3.5 മണിക്കൂറോളം ദൈർഘ്യം വരുന്നത് കൊണ്ട് തന്നെ സിനിമ കണ്ടു തീർക്കാനായി അത്യാവശ്യം നല്ല ക്ഷമ വേണം. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടൊക്കെ തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.